Hi all, welcome to Study with PSC. LGS ഫസ്റ്റ് സ്റ്റേജ് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ തന്റെ സമ്പാദ്യത്തിന്റെ 2/7 ഒന്നാമത്തെ മകനും 5/2 രണ്ടാമത്തെ മകനും ബാക്കിയുള്ളത് മൂന്നാമത്തെ മകനും നൽകി എങ്കിൽ മൂന്നാമത്തെ മകന് ആകെ സമ്പാദ്യത്തിന്റെ എത്ര ഭാഗമാണ് ലഭിച്ചത്? സൊല്യൂഷൻ, ഇവിടെ ഒരാൾ തന്റെ സമ്പാദ്യത്തിന്റെ 2/7 ഒന്നാമത്തെ മകന് നൽകി, 2/5 രണ്ടാമത്തെ മകന് നൽകി, ബാക്കിയുള്ളത് മൂന്നാമത്തെ മകന് നൽകി. മൂന്നാമത്തെ മകന് സമ്പാദ്യത്തിന്റെ എത്ര ഭാഗമാണ് ലഭിച്ചതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ആകെയുള്ള സമ്പാദ്യത്തിൽ നിന്ന് ഒന്നാമത്തെ മകനും രണ്ടാമത്തെ മകനും നൽകിയ സമ്പാദ്യത്തിന്റെ ഭാഗം കുറച്ചാൽ മതി. ഭിന്നസംഖ്യകൾ വന്നാൽ ടോട്ടൽ ആയിട്ട് എടുക്കുന്നത് 1 ആയിരിക്കും. അപ്പൊ ഇവിടെ ആകെ സമ്പാദ്യം ടോട്ടൽ 1. മൂന്നാമത്തെ മകന് ലഭിച്ചത് 1 മൈനസ് 7/2 പ്ലസ് 5/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 7ന്റെയും 5ന്റെയും ലെസ് ആകൂ 35. അത് ഡിനോമിനേറ്ററിൽ വരും. ന്യൂമറേറ്ററിൽ ലെസ് ആകുവിനെ ഛേദം കൊണ്ട് ഹരിച്ചിട്ട് അംശം കൊണ്ട് ഗുണിക്കണം. അപ്പൊ 35/7 5, 5 × 2 10. അതുപോലെ 35/5 7, 7 × 2 14. അപ്പൊ ഇത് 1 മൈനസ് 10ഉം 14ഉം 24/35. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഒന്നിൽ നിന്ന് ഒരു ഭിന്നസംഖ്യ കുറയ്ക്കാനുള്ള എളുപ്പവഴിയാണ്. ആൻസറിൽ വരുന്നത് ഈ ഡിനോമിനേറ്റർ, ഈ ഭിന്നസംഖ്യയുടെ ഡിനോമിനേറ്റർ തന്നെയായിരിക്കും ആൻസറിലെ ഡിനോമിനേറ്ററിൽ വരുന്നത്. ന്യൂമറേറ്ററിൽ ഈ ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്ററിന്റെ ഡിഫറൻസ് ആയിരിക്കും. അതായത് ഈ സംഖ്യകൾ തമ്മിൽ കുറച്ചാൽ മതി. അപ്പൊ ഇവിടെ 35 മൈനസ് 24 11. 11/35 ആണ് ആൻസർ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, 1 മീറ്റർ നീളമുള്ള റിബണിൽ നിന്നും 0.63 മീറ്റർ നീളമുള്ള റിബൺ മുറിച്ചു മാറ്റിയാൽ ബാക്കിയുള്ള റിബണിന്റെ നീളം എത്ര? സൊല്യൂഷൻ, 1 മൈനസ് 0.63 ചെയ്താൽ മതി. അപ്പൊ ഇത് 1 മൈനസ് 0.63, 3 7 10. അപ്പൊ ആ 1 ഇവിടെ കൂട്ടുമ്പോ 6 1 7, 7 3 10. ആ 1 ഇവിടെ വരും. 1 മൈനസ് 1 0, 0.37 മീറ്റർ. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ട മത്സരം 10 സെക്കൻഡിൽ ഓടി പൂർത്തിയാക്കിയ ആൾ ശരാശരി എത്ര വേഗതയിലാണ് ഓടിയത്? സൊല്യൂഷൻ, വേഗത കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സ്പീഡ് എസ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. വേഗത ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം. അപ്പൊ ഇവിടെ ദൂരം ഡിസ്റ്റൻസ് 100 മീറ്റർ, ടൈം സമയം 10 സെക്കൻഡ്. അപ്പൊ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്പീഡ് എസ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം 100/10, 10 മീറ്റർ പെർ സെക്കൻഡ്. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സംഖ്യയോട് 0.111 കൂട്ടിയാൽ 1.011 കിട്ടും? സൊല്യൂഷൻ, സംഖ്യനെ എക്സ് ആയിട്ട് എടുക്കാം. സംഖ്യയോട് 0.111 കൂട്ടിയാൽ 1.011 കിട്ടും. അപ്പൊ ഇത് സോൾവ് ചെയ്യുക. എക്സ് ഈസ് ഈക്വൽ ടു 1.011 മൈനസ് 0.111. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.011 മൈനസ് 0.111. 1 മൈനസ് 1 0, 1 മൈനസ് 1 0, 0 മൈനസ് 1 9. പോയിന്റ് ആ 1 ഇങ്ങോട്ട് വന്നു. 1 മൈനസ് 1 0. അപ്പൊ 0.900.
ആൻസർ ഇവിടെ ഓപ്ഷൻ ബി 0.9 ആണ്. 0.900 0.9 ഈക്വൽ ആണ്. അതായത് ഈ ലാസ്റ്റ് വരുന്ന 0 കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് വിലയില്ല. അപ്പൊ ഇത് 0.900 ഈസ് ഈക്വൽ ടു 0.9. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, 580 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 609 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? സൊല്യൂഷൻ. ലാഭശതമാനം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് പ്രോഫിറ്റ് പി പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലാഭശതമാനം ഈസ് ഈക്വൽ ടു വിറ്റ വില മൈനസ് വാങ്ങിയ വില ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അപ്പൊ ഇവിടെ സെല്ലിംഗ് പ്രൈസ് 609 രൂപ, കോസ്റ്റ് പ്രൈസ് 580 രൂപ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 609 മൈനസ് 580 ഡിവൈഡഡ് ബൈ 580 ഇൻറ്റു 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 609 മൈനസ് 580 29 ബൈ 580 ഇൻറ്റു 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 5%. ആൻസർ ഓപ്ഷൻ ഡി 5%. ഈ ഫോർമുല ഓർത്ത് വയ്ക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം. ലാഭശതമാനം ആണെങ്കിൽ വലിയ സംഖ്യന്ന് ചെറിയ സംഖ്യ കുറച്ച് ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ചിട്ട് 100 കൊണ്ട് ഗുണിക്കുക. നഷ്ടശതമാനം ആണെങ്കിൽ വലിയ സംഖ്യന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യ കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇങ്ങനെ ഓർത്ത് വെക്കുക ഫോർമുല. അടുത്ത ക്വസ്റ്റ്യൻ, 4, 5, 6 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ. സൊല്യൂഷൻ. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ലസാഗു ആണ്. അതായത് ലസാഗു എന്ന് വെച്ചാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ഏറ്റവും ചെറിയ പൊതുഗുണിതം. അത് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ടെല്ലാം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ലസാഗു. അപ്പൊ ഇവിടെ 4, 5, 6 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ ഈ സംഖ്യകളുടെ ലസാഗു കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ LCM ഓഫ് 4, 5, 6 4, 5, 6 ലസാഗു കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ ലസാഗു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 3 4 4 5 20 23 60. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, 1/2 പ്ലസ് 1/3 മൈനസ് 1/4 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. സോൾവ് ചെയ്യുക. അപ്പൊ ഇവിടെ ഭിന്നസംഖ്യകളാണ്. 2ന്റെയും 3ന്റെയും 4ന്റെയും ലസാഗു കണ്ടുപിടിക്കുക. 2 3 4 2 1 2 2 2 4. ഇവിടെ ലസാഗു LCM ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 ഇൻറ്റു 3 ഇൻറ്റു 2 2 3 6 6 2 12. ലസാഗു 12. അപ്പൊ ലസാഗു ഡിനോമിനേറ്ററിൽ വരും. ന്യൂമറേറ്ററിൽ ലസാഗുവിനെ ഛേദം കൊണ്ട് ഹരിച്ചിട്ട് അംശം കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇവിടെ 12/2 6 6 ഇൻറ്റു 1 6 പ്ലസ് 12/3 4 4 ഇൻറ്റു 1 4 മൈനസ് 12/4 3 3 ഇൻറ്റു 1 3 ഈക്വൽ ടു 6 4 10 10 മൈനസ് 3 7 7/12. 7/12 ആണ് ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, √16 പ്ലസ് 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു k ആണെങ്കിൽ k യുടെ വില എത്ര? സൊല്യൂഷൻ. ഇത് സോൾവ് ചെയ്യുക. √16 4
4 square 16 is equal to k. 4 plus 16 20. 20 is equal to k. അപ്പോൾ kയുടെ വാല്യൂ 20. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ 12 കളികൾ കഴിഞ്ഞപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ ശരാശരി റൺസ് 49 ആണ്. 13ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്താണ് അയാളുടെ ശരാശരി 50 റൺസ് ആകുന്നത്? സൊല്യൂഷൻ: ഇവിടെ 12 കളി കഴിഞ്ഞപ്പോൾ കളിക്കാരന്റെ ശരാശരി റൺസ് 49 ആണ്. 13ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്താൽ ശരാശരി 50 റൺസ് ആകും? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് റൺസിന്റെ ടോട്ടൽ എടുത്തിട്ട് അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. അതായത് ഇവിടെ 12 കളിയിലെ ടോട്ടൽ റൺസ് എടുക്കുക, 13 കളിയിലെ ടോട്ടൽ റൺസ് എടുക്കുക, അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നതായിരിക്കും ഉത്തരം. അപ്പൊ ഇവിടെ 12 കളിയിലെ ടോട്ടൽ റൺസ് 12 × 49 ഈസ് ഈക്വൽ ടു 49 × 12. 9 2 18 ശിഷ്ടം 1, 4 2 8, 8 9 17 1 18 ശിഷ്ടം 1, 4 1 4 1 5, 588. 13 കളിയിലെ ടോട്ടൽ റൺസ് 13 × 50 650. ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. 650 മൈനസ് 588. 588ഉം 12ഉം 600, 600ഉം 50ഉം 650. അപ്പൊ 50ഉം 12ഉം 62. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 18 × 21 പ്ലസ് 21 × 82 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ: ഇത് സോൾവ് ചെയ്യുക. അപ്പൊ ഇവിടെ 21 കോമൺ ആണ്. 21നെ കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ ബ്രാക്കറ്റിനുള്ളിൽ 18 പ്ലസ് 82 ഈക്വൽ ടു 21 × 18 പ്ലസ് 82 100. 2100. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽപ്പെടാത്ത സംഗീത ഉപകരണം ഏതാണ്? ഇവിടെ ഓപ്ഷൻ എ ഗിത്താർ, ഓപ്ഷൻ ബി വീണ, ഓപ്ഷൻ സി ഓടക്കുഴൽ, ഓപ്ഷൻ ഡി വയലിൻ. ആൻസർ ഓപ്ഷൻ സി ഓടക്കുഴലാണ്. കാരണം ഗിത്താർ, വീണ, വയലിൻ ഈ 3 ഉപകരണങ്ങളിലും കമ്പികളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ഓടക്കുഴല് ഊതുമ്പം വായു ഉപയോഗിച്ചിട്ടാണ് ഓടക്കുഴലിൽ ശബ്ദം ഉണ്ടാകുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്, ഓടക്കുഴൽ. അടുത്ത ക്വസ്റ്റ്യൻ: ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് 200 മീറ്റർ തെക്കോട്ട് നടക്കുന്നു, തുടർന്ന് 160 മീറ്റർ വലത്തോട്ട് നടക്കുന്നു, തുടർന്ന് 200 മീറ്റർ വലത്തോട്ട് നടക്കുന്നു, അതിനുശേഷം 50 മീറ്റർ ഇടത്തോട്ട് നടന്നു നിൽക്കുന്നു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയിടത്ത് നിന്നും എത്ര അകലെയാണ്? സൊല്യൂഷൻ: ഇതൊരു ഡയറക്ഷൻ പ്രോബ്ലം ആണ്. അപ്പൊ ആദ്യം ഡയറക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. ഇവിടെ മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ്, റൈറ്റ് സൈഡിൽ ഈസ്റ്റ്. മുകളിൽ നോർത്ത്, താഴെ സൗത്ത് ഇതെല്ലാവർക്കും അറിയായിരിക്കും. വെസ്റ്റും ഈസ്റ്റും തമ്മിൽ ചിലർക്ക് ഒരു കൺഫ്യൂഷൻ കാണും എവിടാണെന്ന്. അപ്പൊ അത് ഓർത്ത് വെക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം. വെസ്റ്റ് ലെഫ്റ്റ് സൈഡിലാണ്, ഈസ്റ്റ് റൈറ്റ് സൈഡിലാണ്. വെസ്റ്റ് ലെഫ്റ്റും പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഇല്ലേ, അത് വെച്ചങ്ങ് ഓർത്താൽ മതി. വെസ്റ്റ് ലെഫ്റ്റ്, വെസ്റ്റ് ലെഫ്റ്റ് ഇത് പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ടല്ലോ. അപ്പൊ വെസ്റ്റ് ലെഫ്റ്റ് സൈഡിലായിരിക്കും, ഈസ്റ്റ് റൈറ്റ് സൈഡിലായിരിക്കും. ഓക്കെ. പിന്നെ വലതുവശത്തേക്ക് പോകാൻ പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോവുക, ഇടതുവശത്തേക്ക് പോകാൻ പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് പോവുക. അപ്പൊ അത് ഓർത്ത് വെച്ചോണം. റൈറ്റ് സൈഡിലോട്ട് പോകാൻ പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോവുക, ലെഫ്റ്റ് സൈഡിലോട്ട് പോകാൻ പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോവുക. ഇനി ഫിഗർ വരയ്ക്കാം. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് 200 മീറ്റർ തെക്കോട്ട് നടക്കുന്നു. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് ഒരാൾ 200 മീറ്റർ തെക്കോട്ട് നടക്കുന്നു. തെക്കെന്ന് പറയുമ്പോൾ സൗത്ത് ഡയറക്ഷൻ. തുടർന്ന് 160 മീറ്റർ വലത്തോട്ട് നടക്കുന്നു. വലത്തോട്ട് പോകാൻ പറഞ്ഞാൽ
ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോവുക. അപ്പൊ ഇവിടുന്ന് 160 മീറ്റർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകണം. തുടർന്ന് 200 മീറ്റർ വലത്തോട്ട് നടക്കുന്നു. അപ്പൊ ഇവിടുന്ന് 200 മീറ്റർ വലത്തോട്ട് നടക്കുന്നു. വലത്തോട്ട് നടക്കാൻ പറഞ്ഞാൽ വലത്തോട്ട് പോകാനാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പൊ ഇങ്ങോട്ട് 200 മീറ്റർ. അതിനുശേഷം 50 മീറ്റർ ഇടത്തോട്ട് നടന്നു നിൽക്കുന്നു. അപ്പൊ ഇടത്തോട്ടാവുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ഇവിടുന്ന് 50 മീറ്റർ ഇടത്തോട്ട് നടന്നു നിൽക്കുന്നു. ഈ പോയിന്റിലെത്തി. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയിടത്ത് നിന്നും എത്ര അകലെയാണ്? അപ്പം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടം തൊട്ട് ഇവിടം വരെ ഈ ഡിസ്റ്റൻസ് 200 ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെ 200 ആണ്. ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് 160 ആകുമ്പോൾ ഈ ഡിസ്റ്റൻസ് 160 ആയിരിക്കും. അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെ എന്ന് പറയുമ്പോൾ 160 പ്ലസ് 50 210 മീറ്റർ. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ 12 പ്ലസ് 10 ഇൻറ്റു 5 ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. ഇത് സോൾവ് ചെയ്യുക. സബ്ട്രാക്ഷൻ, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതുപോലെയുള്ള കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യേണ്ടത് ബോഡ്മാസ് റൂൾ വെച്ചിട്ടാണ്. ബോഡ്മാസ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതായത് ബ്രാക്കറ്റിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യേണ്ട ഓർഡർ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഇങ്ങനെ ആയിരിക്കണം. അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷനും ഉണ്ട് അഡീഷനും ഉണ്ട്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 10 ഇൻറ്റു 5 ഇൻറ്റു 0 അത് 0 ആണ്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് വേണം അഡീഷൻ ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ 0 പ്ലസ് 12. അപ്പൊ 12 പ്ലസ് 0 12. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രത്യേക കോഡിൽ ഡൽഹി എന്നതിനെ ക്രമീകരിച്ചപ്പോൾ HIDEL എന്ന് കിട്ടി എങ്കിൽ ഇറ്റലി എന്നതിനെ ഈ കോഡ് ഉപയോഗിച്ച് ഏത് രീതിയിൽ ക്രമീകരിക്കാം? സൊല്യൂഷൻ. ഡൽഹി എങ്ങനെയാണ് HIDEL ആയതെന്ന് നോക്കുക, അതുപോലെ ഇറ്റലിനെ മാറ്റുക. അപ്പൊ ഇവിടെ ഡൽഹിയിലെ എല്ലാ അക്ഷരങ്ങളും HIDEL ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ വരുന്ന കേസിൽ ഇതിന് നമ്പർ ഇട്ട് കൊടുക്കുക. ഡൽഹിക്ക് നമ്പർ ഇടാം 1 2 3 4 5. കാരണം ഈ അക്ഷരങ്ങളുടെ ഓർഡർ ആണ് മാറിയിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ നമ്പർ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കുക. H ആവുമ്പം 4, I 5, D 1, E 2, L 3. അപ്പൊ ഇത് 1 2 3 4 5 എന്നുള്ളത് 4 5 1 2 3 4. അക്ഷരങ്ങളുടെ ഓർഡർ മാറിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇറ്റലിക്ക് 1 2 3 4 5 നമ്പർ ഇട്ട് കൊടുക്കുക. അപ്പൊ അത് മാറേണ്ട എങ്ങനെയാ? 4 5 1 2 3. അപ്പൊ ഇവിടെ 4 5 LY, 1 I, 2 T, 3 A. അപ്പൊ ഇത് വന്നിരിക്കുന്നത് LYITA. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോൾ രേവതിയുടെയും അമ്മയുടെയും വയസ്സുകളുടെ തുക 36 ആണ്. 2 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് രേവതിയുടെ വയസ്സിന്റെ 4 മടങ്ങാകും എങ്കിൽ ഇപ്പോൾ രേവതിക്ക് എത്ര വയസ്സുണ്ട്? സൊല്യൂഷൻ. ഇവിടെ രേവതിയുടെയും അമ്മയുടെയും വയസ്സുകളുടെ തുക 36 ആണ്. 2 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് രേവതിയുടെ വയസ്സിന്റെ 4 മടങ്ങാവും. ആഫ്റ്റർ 2 years രേവതിക്ക് X വയസ്സാണെങ്കിൽ അമ്മയ്ക്ക് 4X വയസ്സായിരിക്കും. എങ്കിൽ രേവതിയുടെ ഇപ്പോഴത്തെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഇപ്പോഴത്തെ അമ്മയുടെയും രേവതിയുടെയും വയസ്സുകളുടെ തുക 36 ആണ്. അപ്പൊ 2 വർഷം കഴിയുമ്പം ഇവരുടെ വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് 36 പ്ലസ് രേവതിക്ക് 2 വയസ്സ് കൂടും, അമ്മയ്ക്കും 2 വയസ്സ് കൂടും. അപ്പൊ 2 വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക
36 + 4 40 2 വർഷത്തിന് ശേഷം രേവതിയുടെ വയസ്സ് അമ്മയുടെ വയസ്സിന്റെ 4 മടങ്ങാവും. അപ്പൊ അതായത് ഇവരുടെ വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് 2 വർഷത്തിന് ശേഷം x + 4x 5x ആയിരിക്കും. അപ്പൊ ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. 5x = 40. Therefore x = 40/5 8. അപ്പം x എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ രേവതിക്ക് 8 വയസ്സാണ്. എപ്പോഴാ? 2 വർഷത്തിന് ശേഷമാണ് രേവതിക്ക് 8 വയസ്സ്. അപ്പൊ ഇപ്പോഴത്തെ വയസ്സാണെങ്കിലോ, ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറയുന്നത് 8 - 2 6 വയസ്സായിരിക്കും. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ 0.31 + 0.21 × 2 = എത്ര? സൊല്യൂഷൻ: അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇതുപോലെയുള്ള കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യേണ്ടത് ബോട്ട്മാസ് റൂൾ വെച്ചിട്ടാണ്. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതായത് ആദ്യം ബ്രാക്കറ്റിൽ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യേണ്ട ഓർഡർ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഇങ്ങനെ ആയിരിക്കണം. അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ആണ് ഉള്ളത്. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, എന്നിട്ട് വേണം അഡീഷൻ ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ 0.21 × 2 0.42 + 0.31 0.31 + 0.42 2 + 1 3 4 + 3 7 0.73. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 40 കുട്ടികൾ ഗണിതത്തിന് വിജയിച്ചു, 25 കുട്ടികൾ ഇംഗ്ലീഷിന് വിജയിച്ചു, 18 കുട്ടികൾ ഗണിതത്തിനും ഇംഗ്ലീഷിനും വിജയിച്ചു എങ്കിൽ ഈ 2 വിഷയങ്ങൾക്കും തോറ്റത് എത്ര പേരാണ്? സൊല്യൂഷൻ: ഇവിടെ ഒരു ക്ലാസ്സിൽ ടോട്ടൽ 50 കുട്ടികളുണ്ട്. 40 കുട്ടികൾ ഗണിതത്തിന് വിജയിച്ചു, മാത്സിന് 40 പേര് വിജയിച്ചു, ഇംഗ്ലീഷിന് 25 കുട്ടികൾ വിജയിച്ചു, മാത്സിനും ഇംഗ്ലീഷിനും കൂടെ 18 കുട്ടികൾ വിജയിച്ചു. ഈ 2 വിഷയങ്ങൾക്കും തോറ്റത് എത്ര പേരെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ഈ 2 വിഷയങ്ങൾക്കും ജയിച്ച കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കണം. അത് ടോട്ടലിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ തോറ്റ കുട്ടികളുടെ എണ്ണം കിട്ടും. അപ്പൊ ഇവിടെ മാത്സിനും ഇംഗ്ലീഷിനും കോമൺ ആയിട്ട് ജയിച്ച കുട്ടികളുടെ എണ്ണമാണ് 18 പേര്. അപ്പൊ മാത്സിനും ഇംഗ്ലീഷിനും ജയിച്ച കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് മാത്സിനും ഇംഗ്ലീഷിനും ജയിച്ച കുട്ടികളുടെ എണ്ണത്തിൽ നിന്ന് ഈ കോമൺ ആയിട്ട് ജയിച്ച 18 കുട്ടികളുടെ എണ്ണം കുറയ്ക്കണം. അപ്പൊ അതിങ്ങനെ വരും: 40 + 25 - 18. 40 25 65 65 - 18 47 കുട്ടികളാണ് മാത്സിനും ഇംഗ്ലീഷിനും ജയിച്ചത്. അപ്പൊ തോറ്റ കുട്ടികളുടെ എണ്ണം ടോട്ടൽ 50 - 47 ആയിരിക്കും. 50 - 47 3. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ പി, ക്യു, ആർ, എസ് എന്നീ 4 ആളുകൾ നിരന്നു നിൽക്കുന്നു. പി എന്നയാൾ ക്യൂവിന്റെ വലതുവശത്തും ആറിന്റെ ഇടതുവശത്തായും നിൽക്കുന്നു. എസ് എന്നയാൾ പിയുടെ ഇടതുവശത്തായും ക്യൂവിന്റെ വലതുവശത്തായും നിൽക്കുന്നു എങ്കിൽ ഏറ്റവും ഇടത്തെ അറ്റത്ത് നിൽക്കുന്നത് ആരാണ്? സൊല്യൂഷൻ: നിരന്നു നിൽക്കുക എന്ന് പറയുമ്പോൾ ഇതുപോലൊരു ലൈൻ വരയ്ക്കുക. ഇവിടെ 4 പോയിന്റ് മാർക്ക് ചെയ്യുക. 4 പേരാണ് ഇവിടെ നിരന്നു നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഇത് റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്. അപ്പൊ ഇവര് നിൽക്കുന്നത് ഇങ്ങനെയാണ്. പി എന്നയാൾ ക്യൂവിന്റെ വലതുവശത്തും. അപ്പൊ ഇത് ക്യൂ ആണെങ്കിൽ ക്യൂവിന്റെ വലതുവശത്ത് പി എന്നയാൾ നിൽക്കുന്നു. പി എന്നയാൾ ക്യൂവിന്റെ വലതുവശത്തും ആറിന്റെ ഇടതുവശത്തുമാണ് നിൽക്കുന്നത്. അപ്പൊ 6 ഇവിടെ വരും. 6ന്റെ ഇടതുവശത്താണ് പി നിൽക്കുന്നത്. ക്യൂ പി ആർ ഇങ്ങനെ വരും. അടുത്ത സെന്റൻസ് എസ് എന്നയാൾ പിയുടെ ഇടതുവശത്തായും ക്യൂവിന്റെ വലതുവശത്തായും നിൽക്കുന്നു. എസ് എന്നയാള് പിയുടെ ഇടതുവശത്തായിട്ട്, അപ്പൊ പി ഇവിടെ വരും. പിയുടെ ഇടതുവശത്താണ് എസ് നിൽക്കുന്നത്. അതുപോലെ ക്യൂവിന്റെ വലതുവശത്താണ് എസ് നിൽക്കുന്നത്. അപ്പൊ ക്യൂ ഇവിടെ വരും,
ക്യൂവിന്റെ വലതുവശം ഇതാണ്, ഇവിടെയാണ് എസ് നിൽക്കുന്നത്. അപ്പൊ ഇത് QSP എന്ന് വരും. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് പറയുമ്പോൾ QSP കഴിഞ്ഞിട്ട് 6 വരും. അപ്പൊ ഇതിങ്ങനെയാണ് വരുന്നത്, QSPR. അപ്പൊ ഏറ്റവും ഇടത്തെ അറ്റത്ത് നിൽക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത്, എൻഡിൽ നിൽക്കുന്ന ആരാ? Q ആണ്. ആൻസർ ഓപ്ഷൻ ബി, Q. അടുത്ത ക്വസ്റ്റ്യൻ 103, 104, 107, 112, 119, 128 ഡാഷ് ഈ ശ്രേണിയിലെ അടുത്ത പദം എത്രയാണ്? സൊല്യൂഷൻ. ഈ ശ്രേണിയിലെ അടുത്ത പദം കണ്ടുപിടിക്കണം. അപ്പൊ അതിനായിട്ട് ആദ്യം ഈ സീരീസിലെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. അപ്പൊ എന്തെങ്കിലും ഐഡിയ കിട്ടുമോ നോക്കാം. അപ്പൊ ഇവിടെ 104 മൈനസ് 103 1ആണ്. അതുപോലെ 104 107 തമ്മിലുള്ള ഡിഫറൻസ് 3ആണ്. 107 112 തമ്മിലുള്ള ഡിഫറൻസ് 5. 112 119 തമ്മിലുള്ള ഡിഫറൻസ് 7. 119 128 തമ്മിലുള്ള ഡിഫറൻസ് 9. അപ്പൊ ഇത് വന്നിരിക്കുന്നത് 1 3 5 7 9. അതായത് 1 മുതലുള്ള തുടർച്ചയായ ഒറ്റ സംഖ്യകൾ കൂട്ടി കൂട്ടി പോയേക്കുക. 1 3 5 7 9. അപ്പൊ ഇനി അടുത്തത് 11 കൂട്ടേണ്ടത്. അപ്പം 128 പ്ലസ് 11 139. ആൻസർ ഓപ്ഷൻ എ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 16 36 64 114 144 ഈ കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏത്? സൊല്യൂഷൻ. ഇവിടെ 16 36 64 144 ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്, പൂർണ്ണവർഗ സംഖ്യകളാണ്. അപ്പൊ പൂർണ്ണവർഗ സംഖ്യ അല്ലാത്തത് 114 ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി 114 ആണ്. 16 ആണെങ്കിൽ 4ന്റെ സ്ക്വയർ ആണ്, 36 ആണെങ്കിൽ 6ന്റെ സ്ക്വയർ ആണ്, 64 ആണെങ്കിൽ 8ന്റെ സ്ക്വയർ ആണ്, 144 ആണെങ്കിൽ 12ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്